ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സ്വകാര്യ മേഖലയിലെ തൊഴിലുടമകൾക്ക് അവരുടെ തൊഴിലാളികളോടുള്ള പ്രത്യേക കടമകളുടെ മാർഗനിർദ്ദേശ പട്ടിക മാനവ വിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയം പ്രസിദ്ധീകരിച്ചു. പട്ടിക ഇവ പ്രകാരമാണ്. മന്ത്രാലയത്തിന്റെ തീരുമാനപ്രകാരം തൊഴിലാളികളുടെ ഫയലുകളും രേഖകളും സൂക്ഷിക്കേണ്ടതാണ്. തൊഴിലാളിയുടെ സേവനം അവസാനിച്ചതിന് ശേഷവും 2 വർഷത്തേക്ക് ഇവ സൂക്ഷിക്കണം. തൊഴിലുടമകൾ തൊഴിലാളിയുടെ ഔദ്യോഗിക രേഖകൾ പിടിച്ചെടുക്കുകയോ ജോലിബന്ധം അവസാനിച്ചതുകൊണ്ട് രാജ്യത്ത് നിന്ന് പോകാൻ ആവശ്യപ്പെടുകയോ ചെയ്യരുത്. തൊഴിലാളികളുടെ നികുതി, വസതി അടക്കമുള്ള മറ്റ് ചെലവുകൾ സമയബന്ധിതമായി നൽകേണ്ടതാണ്. പ്രാദേശിക നിയമങ്ങളനുസരിച്ച് തൊഴിലാളികൾക്ക് അനുയോജ്യമായ ഭവനം നൽകുകയും അല്ലെങ്കിൽ പാർപ്പിടത്തിന്റെ പണം വേതനത്തിൽ ഉൾപ്പെടുത്തി നൽകുകയും ചെയ്യണം. ജോലിയുടെ ആവശ്യങ്ങൾക്കും അപകട സാധ്യതകളെക്കുറിച്ച് തൊഴിലാളികൾക്ക് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, ആവശ്യ സുരക്ഷാ മാർഗങ്ങൾ, ഉചിതമായ പരിശീലനങ്ങൾ എന്നിവ നൽകണം. തൊഴിലാളിക്ക് ജോലിസ്ഥലത്തെ അവകാശങ്ങൾ, കടമകൾ സംബന്ധിച്ച് ബോധ്യമുണ്ടാക്കേണ്ടതും ആവശ്യമാണ്. ഇതിന് അനുയോജ്യമായ മാർഗനിർദ്ദേശങ്ങൾ കൈക്കൊള്ളണം. തൊഴിലാളിയുടെ ചികിത്സാ ചെലവ് തൊഴിലുടമ വഹിക്കണം. തൊഴിൽ കരാറിന്റെ അവസാനം, ജോലിയിൽ ചേർന്ന തീയതിയും അവസാനിച്ച തീയതിയും, സേവന കാലയളവും, ജോലിയുടെ പേര് അല്ലെങ്കിൽ തരം, പ്രകടനം, അവസാനം ലഭിച്ച വേതനം, മറ്റ് വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ അനുഭവ സർട്ടിഫിക്കറ്റ് നൽകണം. അതുപോലെ തന്നെ തൊഴിലുടമ തൊഴിൽ ബന്ധം തുടങ്ങുന്നതിന് മുമ്പ് മന്ത്രാലയം അംഗീകരിച്ച കരാർ ഫോം നൽകുകയും ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുകയും ചെയ്യണമെന്നും പ്രസിദ്ധീകരിച്ചു. സൗദി സ്വദേശികളെ ബിനാമിയാക്കി തുടർന്നുകൊണ്ടിരിക്കുന്ന കച്ചവട ഇടപാടുകൾക്ക് പൂട്ടുവീഴുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ കണ്ടെത്തിയ 115 കേസുകളാണ് രജിസ്റ്റർ ചെയ്തതെന്ന് ബിനാമി വിരുദ്ധ ദേശീയ പ്രോഗ്രാം അധികൃതർ വ്യക്തമാക്കി. വിവിധ പ്രദേശങ്ങളിൽ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങൾ വിപണി നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും ബിനാമി ഇടപാടുകൾ തടയാനും ലക്ഷ്യമിട്ട് നവംബർ മാസത്തിൽ 1600-ലധികം പരിശോധനകളാണ് നടത്തിയത്. നിയമലംഘനം കണ്ടെത്തിയതിന് പിടികൂടിയവരെ സമഗ്ര അന്വേഷണത്തിനായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറിയിട്ടുണ്ട്. നിയമലംഘനങ്ങൾ തെളിയിക്കപ്പെട്ടാൽ ഇവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. പഴം, പച്ചക്കറി ചില്ലറ വിൽപ്പന, ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് വ്യാപാരം, താമസ കെട്ടിടങ്ങളുടെ പൊതുനിർമ്മാണം, സ്ത്രീകൾക്കുള്ള തുണിത്തരങ്ങളുടെ ചില്ലറ വിൽപ്പന, കാറ്ററിംഗ് സർവീസ്, റെസ്റ്റോറന്റുകൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് ബിനാമി കച്ചവടക്കാരെ പിടികൂടിയത്. പുതിയ ഉദാര നിയമങ്ങൾ വന്നതോടെ ബിനാമി ബിസിനസ്സുകൾക്ക് കൂച്ചുവിലങ്ങിടാനുള്ള സർക്കാരിന്റെ ശക്തമായ പ്രവർത്തനങ്ങളാണ് സ്വീകരിക്കുന്നതും. ബിനാമി ഇടപാടിൽ ഉൾപ്പെട്ടവർക്കെതിരെ 5 വർഷം വരെ തടവും 50 ലക്ഷം റിയാൽ വരെ പിഴയുമാണ് ശിക്ഷ. ഇത്തരം ഇടപാടുകളുടെ ഭാഗമായി പിടികൂടുന്ന കള്ളപ്പണവും കണ്ടുകെട്ടും. അത്തരം സ്ഥാപനം അടച്ചുപൂട്ടുകയോ പ്രവർത്തനം അവസാനിപ്പിക്കുകയോ ചെയ്യുന്നതോടൊപ്പം സ്ഥാപനത്തിന്റെ വാണിജ്യ രജിസ്ട്രേഷനും റദ്ദാക്കും. സകാത്തും നികുതിയും ഈടാക്കും. പ്രതികളെ പൊതുസമൂഹത്തിൽ പരസ്യപ്പെടുത്തും. ഇതിൽ ഉൾപ്പെടുന്ന നിയമലംഘകരായ വിദേശികൾക്ക് ഈ ശിക്ഷകൾക്ക് പുറമെ രാജ്യത്തേക്ക് തിരികെ മടങ്ങാനാകാത്ത വിലക്കോടെ നാട് കടത്തുന്നത് അടക്കമുള്ളതാണ് നേരിടേണ്ടി വരിക. സ്വകാര്യ ഫോട്ടോകൾ, വീഡിയോകൾ തുടങ്ങിയവ സ്മാർട്ട് ഫോണുകളിൽ സൂക്ഷിക്കുന്നത് ഒഴിവാക്കണമെന്ന മുന്നറിയിപ്പുമായി അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ്. താമസക്കാരോട് അവരുടെ സ്വകാര്യത സംരക്ഷിക്കാനും സൈബർ ചൂഷണത്തിന് ഇരയാകുന്നത് ഒഴിവാക്കാനും ശക്തമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. കൂടുതൽ ഫീച്ചറുകളുമായി അപ്ഗ്രേഡ് ചെയ്ത സ്മാർട്ട് ഫോണുകളുടെ പുതിയ മോഡലുകൾ വരുന്നതോടെ അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിനായി പലരും തങ്ങളുടെ പഴയ സ്മാർട്ട് ഫോണുകൾ വിൽക്കാറാണ് പതിവ്. എന്നാൽ ഇത് അതീവ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ അപകട സാധ്യതകൾ ഇതിനു പിന്നിൽ പതിയിരിക്കുന്നുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. അനധികൃത വ്യക്തികൾക്ക് ഫോണിലെ വിവരങ്ങളിലേക്ക് പ്രവേശനം ലഭിച്ചാൽ അവ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഫോണിലെ സ്വകാര്യ ഫോട്ടോകളും വീഡിയോകളും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിലിംഗും ചൂഷണവും നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നും അധികൃതർ പറയുന്നു. തങ്ങളുടെ ഉപകരണങ്ങൾ മറ്റുള്ളവർക്ക് വിൽക്കുകയോ കൈമാറുകയോ ചെയ്യുന്നതിന് മുമ്പായി അവയിലെ പ്രധാനപ്പെട്ട ഡാറ്റ ബാക്കപ്പ് ചെയ്തു വെക്കണം. അവയിലെ എല്ലാ സെൻസിറ്റീവ് വിവരങ്ങളും, പ്രത്യേകിച്ച് സ്വകാര്യ ഫോട്ടോകളും വീഡിയോകളും പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കാനും അധികൃതർ UAE നിവാസികൾക്ക് മുന്നറിയിപ്പ് നൽകി. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സുരക്ഷിതമാക്കേണ്ടതിന്റെ പ്രാധാന്യവും അതോറിറ്റി കൂട്ടിച്ചേർത്തു. വിശ്വാസയോഗ്യമല്ലാത്ത ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നതോ അവരുടെ ഡാറ്റയിൽ വിട്ടുവീഴ്ച ചെയ്യാവുന്ന സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതോ ഒഴിവാക്കണമെന്നും
പൊതുജനങ്ങളോട് അധികൃതർ ശുപാർശ ചെയ്തു. കൂടാതെ സ്വകാര്യ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ അമിതമായി പങ്കിടുന്നതിന്റെ അപകട സാധ്യതകളും അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് പങ്കുവച്ചു. വ്യക്തിഗത വിവരങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിൽ ജാഗ്രത പാലിക്കണം. കുട്ടികൾ സൈബർ ചൂഷണത്തിന് വിധേയരാകുന്നതിൽ നിന്നും അവരെ സംരക്ഷിക്കുന്നതിന് അവരുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ രക്ഷിതാക്കളോടും അധികൃതർ അഭ്യർത്ഥിച്ചു. ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ താമസക്കാർക്ക് അവരുടെ സ്വകാര്യത സംരക്ഷിക്കാനും സൈബർ തട്ടിപ്പുകൾക്കും ചൂഷണങ്ങൾക്കും ഇരയാകാനുള്ള സാധ്യത കുറയ്ക്കാനും സാധിക്കും. സ്മാർട്ട് ഫോൺ സുരക്ഷിതമാക്കുന്നതിനും വ്യക്തിഗത ഡാറ്റ പരിരക്ഷിക്കുന്നതിനുമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. UAE ട്രാഫിക് സിഗ്നലുകളിലെ ചുവന്ന ലൈറ്റ് ലംഘിച്ച് വാഹനമോടിക്കുന്നത് 1.5 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്താവുന്ന ഗുരുതര ഗതാഗത നിയമലംഘനമാണെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു. 1.5 ലക്ഷം ദിർഹം വരെ പിഴ നേരിടേണ്ടി വരുമെന്ന് മാത്രമല്ല, ഡ്രൈവിംഗ് ലൈസൻസിന് 12 ബ്ലാക്ക് പോയിന്റുകളും ലഭിക്കുകയും വാഹനം കുറഞ്ഞത് 30 ദിവസത്തേക്ക് കണ്ടുകെട്ടുക ചെയ്യുമെന്നും അധികൃതർ വ്യക്തമാക്കി. UAE ട്രാഫിക് നിയമം അനുസരിച്ച് ചുവപ്പ് ലൈറ്റ് അതിക്രമിച്ച് കടക്കുന്ന വാഹനങ്ങൾക്ക് 1000 ദിർഹം പിഴയും 12 ബ്ലാക്ക് പോയിന്റുകളും വാഹനം 30 ദിവസത്തേക്ക് കണ്ടുകെട്ടുകയും ചെയ്യും. എന്നാൽ ഫെഡറൽ ട്രാഫിക് നിയമത്തിന് പുറമെ ഓരോ എമിറേറ്റിനും അതിൻ്റെതായ ട്രാഫിക് നിയന്ത്രണങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ദുബൈയിൽ 2023 ഡിഗ്രി നമ്പർ 30 പ്രകാരം പോലീസ് പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടണമെങ്കിൽ 50,000 ദിർഹം നൽകണം. ഇതേ തുക തന്നെയാണ് പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടാൻ അബുദാബിയിലും നൽകേണ്ടത്. അബുദാബിയിൽ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നത് സംബന്ധിച്ച 2020 5-ാം നമ്പർ നിയമപ്രകാരമാണിത്. അബുദാബിയിലെ വാഹനം കണ്ടുകെട്ടുന്നതുമായി ബന്ധപ്പെട്ട നിയമപ്രകാരം വിവിധ നിയമലംഘനങ്ങൾക്ക് വാഹനം പോലീസിന് പിടിച്ചെടുക്കാം. സിഗ്നലിലെ ചുവന്ന ലൈറ്റ് ലംഘിച്ചു പോകുന്നതാണ് ഇതിൽ പ്രധാനം. അശ്രദ്ധമായ ഡ്രൈവിംഗ്, അവ്യക്തമായതോ മറച്ചതോ വികൃതമായതോ ആയ ലൈസൻസ് പ്ലേറ്റ് ഉപയോഗിച്ച് വാഹനമോടിക്കൽ, റോഡ് റേസിംഗിൽ ഏർപ്പെടൽ, ബോധപൂർവം പോലീസ് വാഹനവുമായി കൂട്ടിയിടിക്കൽ തുടങ്ങിയവയാണ് വാഹനം പിടിച്ചെടുക്കാവുന്ന മറ്റ് ട്രാഫിക് ലംഘനങ്ങൾ. അബുദാബി പോലീസ് പുറത്തുവിട്ട വിവരമനുസരിച്ച് ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോണുകളുടെ ഉപയോഗമാണ് ചുവന്ന ലൈറ്റ് ചാടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. മൊബൈൽ ഫോണുകളുടെ ഉപയോഗം നിരവധി ട്രാഫിക് ലംഘനങ്ങളിലേക്ക് നയിക്കുന്നതായും ഇതുമായി ബന്ധപ്പെട്ട് അബുദാബി പോലീസ് നടത്തിയ പഠനത്തിൽ വ്യക്തമായിരുന്നു. ലൈൻ അച്ചടക്കം പാലിക്കാതിരിക്കുന്നതിലും പ്രധാന വില്ലൻ മൊബൈൽ തന്നെയാണ്. ബ്ലൂടൂത്ത് ഉപകരണങ്ങൾ പോലുള്ള ഹാൻഡ്സ് ഫ്രീ ഉപകരണം ഉപയോഗിക്കുമ്പോൾ പോലും ഇത് പ്രതികരണ സമയം 35% കുറയ്ക്കുന്നതായി പഠനത്തിൽ വ്യക്തമായി. UAE ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ കുറഞ്ഞത് 400 ദിർഹം പിഴയും 4 ബ്ലാക്ക് പോയിന്റുകളുമാണ് ശിക്ഷ. ദുബൈയിൽ ഈ കുറ്റത്തിന് വാഹനം 30 ദിവസത്തേക്ക് കണ്ടുകെട്ടുകയും ചെയ്യും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.